പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലൊരു തട്ടിക്കൂട്ടി ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല രുചിയിലും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കസൂരി മേത്തിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 സ്പൂൺ നല്ല തൈര്, അതായത് പുളിപ്പില്ലാത്ത നോക്കി നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മസാലകൾ തയ്യാറാക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 3-4 പച്ചമുളകും പുതിനയിലയും മല്ലിയിലയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കുടം വെളുത്തുള്ളി, അതേപോലെ കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങളും അണ്ടിപ്പരിപ്പും അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ 3-4 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം ഈ രീതി ആകുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നതായ മസാല കൂട്ടില്ലേ, പച്ച മസാല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാലയുടെ പച്ച മണമെല്ലാം ഒന്ന് മാറുന്നതിനായിട്ട് നല്ല രീതിക്ക് നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും കഴുകി വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരപ്പ് വെള്ളങ്ങളും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇതുപോലെ കുക്ക് ചെയ്യണമെങ്കിൽ പ്രഷർ കുക്കറിൽ ഇട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് ചിക്കൻ കൂടെ വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റുള്ള സമയം ചെറു തീയിലിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഇതേപോലെ വേവിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ 1 കപ്പ് റൈസ് എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്നത് അരി എടുത്ത അതേ അളവിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. കാരണം നമ്മുടെ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം എക്സ്ട്രാ ഒഴിക്കുന്നില്ല. അരി എടുത്ത അതേ അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് അളവ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും വെള്ളവും ഈ റൈസും സമസമമായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസും 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റോളം സമയം നമുക്കിതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം നമ്മൾ ഉപയോഗിക്കാത്ത ഇതേപോലെ തവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വേണം, ചെറു തീയിൽ വേണം വെച്ചിരിക്കാൻ. അങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഒപ്പം നമുക്കൊരു നല്ലൊരു സലാഡും കൂടെ ചേർത്ത് വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.